വെൽക്കം ടു PSC ടോക്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജീനെ പറ്റിയാണ്. PSC സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയ RRB പോലെയുള്ള എക്സാമുകൾക്ക് 5 മാർക്ക് വരെ സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് എക്സാമിന് കിട്ടുവാൻ സയൻസ് ആൻഡ് ടെക്ക് യൂഷ്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായി സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് ചോദിക്കുക. അപ്പം നമുക്ക് കൂടുതൽ പക്ഷേ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസൈലുകൾ, നമ്മുടെ ടെക്നോളജീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ യൂഷ്വലി എക്സാമിന് ചോദിക്കാറുണ്ട്, PSCയും മറ്റ് കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പം റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ടെക്നോളജീസോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഇന്ത്യ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായും നമ്മുടെ നോട്ടിൻ്റെ അകത്ത് അത് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ആദ്യം ഇപ്പം മിസൈലുകളെ പറ്റി പഠിക്കാം. ഓക്കെ, 2 തരത്തിലുള്ള മിസൈലുകളാണ് നമുക്കുള്ളത്, ബാലിസ്റ്റിക് മിസൈൽസും ക്രൂസ് മിസൈൽസും. ഓക്കെ, അപ്പം ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോയി ഒരു ടാർഗറ്റിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യാറുള്ളത്. അതേസമയം ക്രൂസ് മിസൈൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മനുവർ ചെയ്യാൻ ഉള്ള ഒരു കഴിവ് ക്രൂസ് മിസൈലുകളുണ്ട്. അതായത് നല്ല രീതിയിൽ തിരിയാനും ഓക്കെ പല ഹൈറ്റിലേക്ക് മാറാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ക്രൂസ് മിസൈലുകൾക്കുണ്ട്. ഓക്കെ, ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാജക്ടറിയാണ് എപ്പോഴും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരു പാരാബോളിക് ആയിട്ടുള്ള ട്രാജക്ടറിയാണ് എപ്പോഴും ബാലിസ്റ്റിക് മിസൈൽസ് യൂസ് ചെയ്യുക. ഓക്കെ, അതേസമയം ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത് ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു പാത്താണ് എപ്പോഴും ക്രൂസ് മിസൈൽസ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ബാലിസ്റ്റിക് മിസൈൽസ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ എയർ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. വളരെ ഹൈ റേഞ്ചിലേക്ക് പോകാനായിട്ടുള്ള ഒരു കഴിവ് എപ്പോഴും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഉണ്ട്. അപ്പോൾ അതായത് ഓൾമോസ്റ്റ് ഒരു 10,000 കിലോമീറ്ററും ഒക്കെ പോകാൻ അത്രയൊക്കെ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അപ്പം ഇന്ത്യയുടെ തന്നെ അഗ്നി 5 എന്ന് പറയുന്ന മിസൈലിന് ഓൾമോസ്റ്റ് 6,000 കിലോമീറ്റേഴ്സ് വരെ അത്രയും റേഞ്ച് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. യൂഷ്വലി എന്നാൽ ക്രൂസ് മിസൈൽസ് യൂഷ്വലി അത്രയും റേഞ്ച് ഒന്നും ഉണ്ടാവാറില്ല. അപ്പം 3,000 പോലും വളരെ കൂടുതലാണ്. ഇപ്പം ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത് ബ്രഹ്മോസ് ആണ്. ബ്രഹ്മോസിൻ്റെയൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് വേരിയൻസിന് 900 കിലോമീറ്റേഴ്സ് to 1,000 കിലോമീറ്റേഴ്സ് ആണ് റേഞ്ച് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം വേറൊരു കാര്യം, ബാലിസ്റ്റിക് മിസൈൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. അതായത് മാക് 5 വരെ പോകാൻ, അതായത് ഒരു ഹൈപ്പർസോണിക് സ്പീഡ് വരെ പോകാനായിട്ടുള്ള കഴിവ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യം മാക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, 1 മാക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗതേനെയാണ് നമ്മൾ മാക് എന്ന് പറയുന്നത്. അപ്പം ശബ്ദത്തിൻ്റെ വേഗതയിൽ താഴെയാണ് യൂഷ്വലി നമ്മുടെ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറക്കുക. ഓക്കെ, അപ്പം ശബ്ദത്തിനേക്കാളും വേഗതയിലാണ് പോകുന്നതിനെയാണ് നമ്മൾ സൂപ്പർസോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്താണ് നമ്മുടെ യുദ്ധവിമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറക്കുക. ഓക്കെ, ശബ്ദത്തിനേക്കാളും 5 ഇരട്ടി വേഗതയോ അല്ലെങ്കിൽ അതിന് മുകളിലോ പോകുമ്പോൾ നമ്മൾ ഹൈപ്പർ സോണിക് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു ടെക്നോളജി ഇന്നും ഒരു അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഹൈപ്പർ സോണിക് എന്ന് പറയുന്നത്. അപ്പം ബാലിസ്റ്റിക് മിസൈൽസ് ഇതിൻ്റെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു പാത്തിൽ യൂഷ്വലി 5 മാക്കിന് മുകളിലേക്ക് പോകാറ് ഉണ്ട് യൂഷ്വലി. അപ്പം ക്രൂസ് മിസൈൽസ് യൂഷ്വലി ആ ഒരു സ്പീഡിലേക്ക് പോകാറില്ല. ഓക്കെ, നമ്മുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ക്രൂസ് മിസൈൽ പോലും ബ്രഹ്മോസ് വളരെ ലീത്തൽ ആയിട്ടുള്ള ഒരു മിസൈലാണ്. എങ്കിൽ പോലും ബ്രഹ്മോസ് പോലും ശബ്ദത്തിനേക്കാൾ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി അത്രയും സ്പീഡ് വരെയൊക്കെ പോകാറുള്ളൂ. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് എപ്പോഴും ബാലിസ്റ്റിക് മിസൈൽ പറക്കുക. എന്നാൽ എപ്പോഴും ഒരു ലോ ആൾട്ടിറ്റ്യൂഡാണ്, ഒരു റഡാറിൻ്റെ ഡിറ്റക്ഷനിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാനാണ് എപ്പോഴും ക്രൂസ് മിസൈൽസ് ശ്രമിക്കുക. അതാണ് ക്രൂസ് മിസൈലിൻ്റെ പർപ്പസും. എനിമിയുടെ എയർ ഡിഫെൻസിനെയും മറ്റു കാര്യങ്ങളെ, ശത്രുവിനെ കബളിപ്പിച്ചുകൊണ്ട് അകത്ത് കയറി ആ ടാർഗറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു പർപ്പസ്. അപ്പം ഇന്ത്യയുടെ അഗ്നി, പൃഥ്വി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന് എക്സാമ്പിളാണ്. അതേസമയം ഇന്ത്യയുടെ ബ്രഹ്മോസ്, നിർഭയ്, ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു USA മിസൈലാണ്, ക്രൂസ് മിസൈലാണ് ടൊമഹോക്ക്. ഇതൊക്കെ ഒരു ക്രൂസ് മിസൈലിന് എക്സാമ്പിളാണ്. അപ്പം നമുക്ക് ആദ്യം ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസൈൽ സീരീസിനെ പറ്റി നമുക്ക് പഠിക്കാം. അതായത് അഗ്നിക്ക് പല സീരീസ് ഉണ്ട്, 1, 2, 3, 4, 5. അപ്പം 5 ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പം പ്രസന്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഓൾമോസ്റ്റ് 6,000 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് എന്ന് പറയപ്പെടുന്നു.
ചൈന എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ് UN-ലൊക്കെ പോയി, ഇന്ത്യ ഇതിൻ്റെ റേഞ്ച് വളരെ കുറച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ്. ഓക്കെ, അത് വാട്ട് എവർ നമുക്ക്. ബട്ട് അഗ്നി 5 എന്ന് പറയുന്നത് വളരെ ഹൈ റേഞ്ചുള്ള ഒരു പല കോണ്ടിനെൻസ് ഒക്കെ ക്രോസ് ചെയ്ത് പോകാൻ അത്രയും കഴിവുള്ള, അത്രയും റേഞ്ചുള്ള ഒരു മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ന്യൂക്ലിയർ വെപ്പൺസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, സാധാരണ വെപ്പൺസ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതിനെല്ലാം MIRV ടെക്നോളജി വരെ ഉള്ള ഒരു മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. ICBM എന്ന് പറയുന്ന ക്ലാസ് ആണ്, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അടുത്തൊരു സീരീസ് എന്ന് പറയുന്നതാണ് പൃഥ്വി. പൃഥ്വി എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് അഗ്നിനെ പോലെ തന്നെ, പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. പൃഥ്വി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ട് റേഞ്ച് ആണ്. നമ്മുടെ യുദ്ധത്തിന് യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ചുകൂടെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ പൃഥ്വി യൂസ് ചെയ്യുന്നത്. അഗ്നി എന്ന് പറയുന്നത് ഒരു ആറ്റമിക് ഡെറ്ററൻസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവരെ ഒരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ. ഓക്കെ, നമുക്ക് ഇത്രയും റേഞ്ച് ഉണ്ട്, ഓക്കെ, ഇവിടം വരെ നിങ്ങളെ ഹിറ്റ് ചെയ്യാൻ കഴിവുണ്ട് ഇതിന്, ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അഗ്നി. പക്ഷേ പൃഥ്വി എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന് ശരിക്കും ഉപയോഗിക്കാൻ, അതായത് ഇപ്പം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഒരു ടാർഗറ്റിനെ സ്പെസിഫിക്കലി ഇത് ഡിസ്ട്രോയ് ചെയ്യണം എന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൃഥ്വി. കുറച്ചുകൂടെ വളരെ പ്രിസിഷൻ കൂടുതലാണ്, റേഞ്ച് കുറച്ചുകൂടെ കുറവാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യമാണ് പൃഥ്വിയിലുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രഹ്മോസിനെ പറ്റിയാണ്. ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മിസൈലുകളിൽ ഒന്നാണ്. ഓക്കെ, അതൊരു ക്രൂസ് മിസൈലാണ്. ഇന്ത്യയും റഷ്യയും കൂടെ ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ശബ്ദത്തിനേക്കാളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള വളരെ ലീഥലായിട്ടുള്ള ഒരു ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പം 1-2 വർഷം മുമ്പ് ഇന്ത്യ അറിയാതെ ഒരു മിസ്ഫയർ ചെയ്തായിരുന്നു പാകിസ്ഥാനിലേക്ക് ഈ ബ്രഹ്മോസ്. അപ്പം അന്ന് ഇവർക്ക് ഒന്ന് കൗണ്ടർ ചെയ്യാൻ പോയിട്ടൊന്ന് ഡിറ്റക്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രഹ്മോസിന് വേറൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യാം, എയറിൽ നിന്ന് ലോഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ കരയിൽ നിന്നും ലോഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിപ്പം നമ്മൾ ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനമായിട്ടുള്ള സുഖോയിൽ നിന്ന് ബ്രഹ്മോസ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കയ്യിലുള്ള മറ്റൊരു ക്രൂസ് മിസൈലാണ് നിർഭയ് എന്ന് പറയുന്നത്. നിർഭയ് എന്ന് പറയുന്നത് ഒരു സബ്സോണിക് മിസൈലാണ്, അതായത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ക്രൂസ് മിസൈലാണ്. ഓക്കെ, ഇപ്പം ഞാൻ മുമ്പേ അമേരിക്കയുടെ ടൊമഹോക്കിനെ പറ്റി പറഞ്ഞു. ആ ടൊമഹോക്കിൻ്റെ ഒക്കെ ക്ലാസ്സിൽ വരുന്ന ഒരു മിസൈലാണ് ഈ നിർഭയ് എന്ന് പറയുന്നത്. ഇതിപ്പോഴും ഇന്ത്യ അണ്ടർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു വലിയൊരു ക്ലാസ് ഓഫ് മിസൈൽസ് ആണ് അസ്ത്ര എന്ന് പറയുന്നത്, അതായത് എയർ ടു എയർ മിസൈൽ. ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. ഓക്കെ, അപ്പം നമ്മളാണെങ്കിലും 2019 അഭിനന്ദൻ വർദ്ധമാൻ്റെ കാര്യം നമ്മൾ കണ്ടു കാണും അല്ലേ. അപ്പം ബാലക്കോട്ടിൽ വെച്ച് അദ്ദേഹം അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയും അഭിനന്ദൻ തിരിച്ച് അവരുടെ F-16 വെടിവെച്ചിടുന്ന ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ. അന്ന് അങ്ങനെയുള്ള ഒരു യുദ്ധവിമാനത്തിനെയൊക്കെ എതിരെ ഉപയോഗിക്കുന്ന മിസൈലിനെയാണ് എയർ ടു എയർ മിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. അപ്പം ഇത് നമ്മുടെ സുഖോയി ഒരു അസ്ത്ര മിസൈൽ വിടുന്നതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് മിസൈൽസ് ആണ് ആൻറ്റി ടാങ്ക് മിസൈൽ. അതായത് ഒരു യുദ്ധത്തിൽ നമുക്കെതിരെ വരുന്ന ടാങ്കുകളെ, അതായത് ബാറ്റിൽ ടാങ്കുകളുണ്ടല്ലോ, ബാറ്റിൽ ടാങ്കുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ് ആൻറ്റി ടാങ്ക് മിസൈൽ. ഇപ്പോൾ ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ്. പ്രളയ് ഞാൻ മുമ്പേ പൃഥ്വിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ, ഒരു ടാക്ടിക്കൽ മിസൈലാണെന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് പറഞ്ഞ പോലെ അത് ആ ഒരു സെയിം പർപ്പസ് ഉള്ള ഒരു മിസൈലാണ് പ്രളയ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് ഇന്ത്യ ഈ അടുത്ത കാലത്ത് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ടാർഗറ്റുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ് പ്രളയ്. പിന്നെ അടുത്ത ഒരു ക്ലാസ് ഓഫ് മിസൈൽസ് ആണ് എയർ ഡിഫൻസ് മിസൈൽസ്. ഓക്കെ, അപ്പം എയർ ഡിഫൻസ് സിസ്റ്റം. അപ്പം ഇന്ത്യയുടെ കയ്യിൽ നമ്മൾ ന്യൂസിൽ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ന്യൂസിലെല്ലാം വളരെ ഫേമസ് ആയിരുന്നതാണ് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങി എന്ന് പറയുന്നത്. അപ്പം ഈ S-400, ബാറാക്ക് 8, പാട്രിയോട്ട്, നിങ്ങൾ യുക്രൈൻ വാറിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് പാട്രിയോട്ട് മിസൈൽസും ഒക്കെ, ഥാഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിൽ നിന്ന് വരുന്ന എനിമി ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അതായത് യുദ്ധവിമാനങ്ങൾ, അവരുടെ ക്രൂസ് മിസൈൽസ്, അവരുടെ ഡ്രോണുകൾ,
ഓക്കെ, അല്ലെ അവരുടെ എന്തെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ, ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അല്ലെ ഇതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആകാശ്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ കയ്യിൽ വേറെയും വളരെ അത്യാധുനികമായ മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസും ഉണ്ട്, അതായത് S-400 പോലെയും ബാറാക്ക് 8 പോലെയും. ഓക്കെ, ഇത് ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തതാണ് ആകാശ്. ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത യുദ്ധവിമാനമാണ് തേജസ്. ഓക്കെ, ഇത് ആ കാറ്റഗറിയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനങ്ങളിൽ ഒന്നാണ് തേജസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മിസൈൽസ് ലോഞ്ച് ചെയ്യാനും വളരെ പലതരത്തിലുള്ള മിഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് തേജസ്. ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അതിൻ്റെ പുതിയ വേരിയൻസും ഒക്കെ വന്ന് ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ് LCH പ്രചണ്ഡ്. ഓക്കെ, അപ്പം കാർഗിൽ വാറിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു ഹൈറ്റിലേക്കൊക്കെ പോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹെലികോപ്റ്റർ, ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ഇന്ത്യക്കില്ലായിരുന്നു. അത് കാരണം നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. നമ്മുടെ ചില ഹെലികോപ്റ്റേഴ്സ് നഷ്ടപ്പെട്ടു, നമ്മുടെ ഒത്തിരി ജവാന്മാർ മരിച്ചു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹെലികോപ്റ്ററാണ്, ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ് LCH പ്രചണ്ഡ്. ഓക്കെ, അപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഹെലികോപ്റ്റേഴ്സിൽ ഒന്നാണിത്. അപ്പം ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബാറ്റിൽ ടാങ്ക് ആണ് MBT അർജുൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ, പക്ഷേ ഇപ്പം ഇത് ആക്റ്റീവ് സർവീസിലുണ്ട് നമ്മുടെ ആർമിയുടെ കൂടെ. ഓക്കെ, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ടാങ്കാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസിൽ ഒന്നാണ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അടുത്ത കാലത്താണ് അതിനെ കമ്മീഷൻ ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അതിൻ്റെ തൊട്ട് പുറകിലുള്ളത് INS വിക്രമാദിത്യയാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഇന്ത്യയുടെ സ്വന്തം എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. ഇന്ത്യക്ക് 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനിയുള്ളതാണ് അരിഹന്ത് എന്ന് പറയുന്നത്, INS അരിഹന്ത്. ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു ന്യൂക്ലിയർ സബ്മറൈനാണ് INS അരിഹന്ത്. ഇപ്പം എന്നോട് ചോദിക്കുവാണ് ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും ലീഥൽ ആയിട്ടുള്ള വെപ്പൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിസ്സംശയം പറയും അത് അരിഹന്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാസങ്ങളോ ചിലപ്പം ഒരു 1-2 വർഷമൊക്കെ പോലും കടലിനടിയിൽ നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു അന്തർവാഹിനിയാണ് ഇത്. ഓക്കെ, അത് മാത്രമല്ല കടലിൽ എവിടെ വേണമെങ്കിലും പോയി അവിടെ നിന്ന് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ വിടാനുള്ള കഴിവും INS അരിഹന്തിനുണ്ട്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിൻ്റെ ഭാഗമാണ് INS അരിഹന്ത്. ഓക്കെ, ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയറിൽ നിന്നും ലാൻഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും ന്യൂക്ലിയർ മിസൈൽസ് നമുക്ക് വിടാൻ സാധിക്കുന്ന ആ ഒരു കേപ്പബിലിറ്റീനെയാണ് നമ്മൾ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസിനെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് നല്ല പോലെ ഫോളോ ചെയ്യുക. ഇന്ത്യ എന്തെങ്കിലും തരത്തിലുള്ള മിസൈൽസ് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസസ് നമ്മൾ ചെയ്തു മറ്റ് രാജ്യങ്ങളുമായിട്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഫൻസിൽ നിന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം. ഓക്കെ, അപ്പം സയൻസ് ആൻഡ് ടെക് ഒരിക്കലും ലൈറ്റ് ആയിട്ട് എടുക്കരുത്. വളരെയധികം നിങ്ങൾക്കൊരു ഭയങ്കര ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ടുവരാൻ, ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരു തീരുമാനിക്കാൻ വരെ കപ്പാസിറ്റി ഉള്ള വലിയ എഫോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വിഭാഗമാണ് സയൻസ് ആൻഡ് ടെക്. അപ്പം വളരെ നല്ല രീതിയിൽ സയൻസ് ആൻഡ് ടെക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നല്ലപോലെ ഫോളോ ചെയ്യുക, അതിൻ്റെ ബേസിക്സ് പഠിക്കുക. ഓക്കെ, പത്രം വായിക്കുമ്പോൾ മനസ്സിലാവുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇത് ചെയ്തത്. ഓക്കെ, അപ്പം വളരെ നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, സയൻസ് ആൻഡ് ടെക്കിൽ ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.